നിങ്ങൾക്ക് മനസ്സിന് സമാധാനമുണ്ടോ? അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു മനസ്സിനൊരു സമാധാനത്തിന് സെൽഫ് കെയർ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മുടെ മനസ്സിനെ ഒരു കാറോട് ഉപമിക്കാം. അതിൽ കുറച്ച് മെൻ്റൽ പീസാണ് ഞാൻ പറയുന്നത്. അതിൽ കുറച്ച് പേര് 90% ആളുകളും സാധാരണയായി ജീവിക്കുമ്പോൾ 10% ആളുകൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. അതിൽ കുറച്ച് പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. ഫിസിക്കൽ കെയർ, അതുപോലെ മെൻ്റൽ പീസ്, ഇമോഷണലി, സ്പിരിച്വൽ, പിന്നെ സോഷ്യൽ സെൽഫ് കെയർ. നമുക്ക് ഓരോന്നും നോക്കിയാലോ. ഫിസിക്കൽ കെയർ, അതായത് വെള്ളം കുടിക്കുക. ഒരു ദിവസം തന്നെ നല്ല 8 ഗ്ലാസ് വെള്ളം കുടിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുക. അതുപോലെ നല്ല ഫ്രൂട്ട്, അയൺ, വിറ്റാമിനൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഉറക്കം, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉറക്കം. അത് നമ്മൾ കൃത്യസമയത്ത് തന്നെ കിടന്നുറങ്ങാനൊക്കെ ശീലിക്കുക. അതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം വരുമ്പോഴൊക്കെയാണ് അല്ലേ നല്ല ഉറക്കമൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് എക്സസൈസുകൾ ചെയ്യുക. ബ്രീത്തിങ് എടുക്കുക. നല്ലൊരു ശാന്തമായ സ്ഥലത്തൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് മനസ്സിനൊരു സമാധാനം, ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യും. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ഇതാണ് ഇമോഷണലി, അതായത് നമുക്ക് നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു ഫ്രണ്ട്സ് ഉണ്ടായാൽ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ എന്ത് നമുക്ക് ആളോട് പറയാം. അതുപോലെ തന്നെ നമ്മൾ നോ പറയാം. എന്ത് കാര്യം കേട്ടാലും നോ പറയാൻ നമ്മൾ ശീലിക്കണം. പിന്നെ നമുക്ക് സങ്കടങ്ങളുണ്ടായാൽ അത് കരഞ്ഞ് തന്നെ തീർക്കണം. പിന്നെ അത് പറയാന്ന് വെച്ചാൽ നമുക്ക് ജേർണലിങ് ചെയ്യാം അല്ലേ? നമുക്ക് നമ്മുടെ മനസ്സ് തുറന്ന് എഴുതാം. നമ്മൾക്ക് നാളെ എന്ത് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ എഴുതി വയ്ക്കാം. അത് ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തതാണ് മെൻ്റൽ പീസ്, അതായത് വായന. നമുക്ക് നല്ല നല്ല പുസ്തകങ്ങളൊക്കെ കിട്ടിയാൽ നമുക്കൊന്ന് വായിക്കാം അല്ലേ? അപ്പോൾ അത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് എഴുത്ത് നമുക്കൊരു ഡയറി എഴുതാൻ ശീലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫ്രണ്ട്സിനെ പോലെ നമ്മുടെ മനസ്സ് തുറന്ന് എഴുതാം അല്ലേ? അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അടുത്തതാണ് സ്പിരിച്വൽ, അതായത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിനോട് നമുക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം അല്ലേ? അതുപോലെ തന്നെ നമുക്ക് സൈലൻ്റ് ആയിട്ട് ഇരുന്നൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് ഇരിക്കാം. അതുപോലെ നമുക്ക് ദൈവപുസ്തകങ്ങൾ, അതായത് നല്ല നല്ല പുസ്തകങ്ങൾ അല്ലെ, ദൈവത്തിൻ്റെ നാമങ്ങളും അങ്ങനത്തെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിനൊരു ശാന്തത കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ നന്ദി പറയുക. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇത് നമുക്ക് നല്ലത് പറഞ്ഞു തന്നൊരു നന്ദി പറയുക. അതാണ് സോഷ്യൽ സെൽഫ് കെയർ, അതായത് നമുക്ക് സോഷ്യലായിട്ട് തന്നെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം അല്ലേ? പിന്നെ അതുപോലെ ഡീപ്പായിട്ട് അയാളോട് സംസാരിക്കാനായാലും കഴിയണം. ഇത്തരത്തിലുള്ള 5 സെൽഫ് കെയറുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിനൊരു മെൻ്റൽ പീസ് ഉണ്ടാക്കാൻ കഴിയും. താങ്ക് യു.